ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരികൾ, 6 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഉറൂസ് മുബാറക്കിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. അഭിമന്യരായ സയ്യിദ് കൊയിലാട് തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന റാത്തിബ് വളരെ ഭംഗിയിലും സന്തോഷത്തിലും വളരെ നേരത്തെ തന്നെ സദസ്സിനെ പരിഗണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നടന്നു. സാധാരണ സമയമെടുത്ത് ഒരുപാട് മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ടുന്ന റിഫാഇ റാത്തിബ് നമ്മെ പരിഗണിച്ചുകൊണ്ടാണ് വളരെ ഹ്രസ്വമായ രീതിയിൽ അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയിലും സന്തോഷത്തിലും ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള സംരംഭമായി അല്ലാഹു നമ്മിൽ നിന്ന് ഏറ്റെടുക്കുമാറാകട്ടെ. സുദീർഘമായ ഭാഷണത്തിൻ്റെ സമയമല്ല. സയ്യിദ് അവറുകളുടെ വാക്ക് മാനിച്ചുകൊണ്ടും ഈ സദസ്സിൻ്റെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടും ഈ മഹത്തായ സദസ്സിൽ സാദാത്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന, ഉലമാ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ അവരുടെ ദുആ ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലും എഴുന്നേറ്റ് നിന്നതാണ്. ഈ മഹത്തായ സ്ഥാപനം ധാരാളം മക്കൾ ഭൗതിക വിദ്യാഭ്യാസവും അതിലൊക്കെ ഉപരി മതവിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് വളരെ സന്തോഷത്തോടുകൂടെ പഠിച്ച് വരുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്, എൻ്റെ കുട്ടികളിൽ ഒരാൾ ഒരു പണ്ഡിതനാകണം എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ വളരെ അടുത്തറിഞ്ഞ ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങളുടെ മക്കൾ ഭാവിയുള്ളവരാകണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഞങ്ങളെ ഏൽപ്പിക്കുക. മതപരമായും ഭൗതികമായും വളരെ നല്ല കഴിവും പ്രാപ്തിയും പക്വതയുമുള്ള നല്ല ഒരു മനുഷ്യനാക്കി നിങ്ങൾക്ക് ഞങ്ങൾ അവരെ തിരിച്ചു തരും. അവർ കിതാബ് തിരിയുന്ന മക്കളായിരിക്കും. അവർ പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ വായിക്കാനും ഓതാനും അതിൻ്റെ ആശയം സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനും കഴിവുള്ള പ്രഗത്ഭരായിരിക്കും. ഹദീസിലും കർമ്മശാസ്ത്രത്തിലും നിദാനശാസ്ത്രങ്ങളിലും ആലങ്കാരിക ശാസ്ത്രങ്ങളിലും അങ്ങനെ വളരെ നല്ല മികവും കഴിവുമുള്ള മക്കളാക്കി നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു തരും. അതോടുകൂടെ 10ാം ക്ലാസ് വരെ ആ മക്കൾ വളരെ സുരക്ഷിതമായി ബസ്സിൽ, വാഹനങ്ങളിൽ സ്കൂളിൽ പോയി പഠനം കഴിഞ്ഞ് അതേപോലെ ആ വണ്ടിയിൽ തിരിച്ച് നമ്മുടെ ക്യാമ്പസിന്റെ മുറ്റത്ത് എത്തുകയാണ്. അവർക്ക് നടന്ന് ക്ഷീണിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ റോട്ടിൽ ബസ്സിന് വേണ്ടി കാത്തിരുന്ന സമയം കളയേണ്ട പ്രയാസമോ ഒന്നുമില്ലാതെ വാഹനങ്ങളിൽ സുരക്ഷിതമായി ചെന്ന് വിദ്യ നേടി അതുപോലെ തിരിച്ച് സ്ഥാപനത്തിലേക്ക് എത്തുന്ന സംവിധാനമാണ് ഇവിടെ സയ്യിദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ +1, +2 വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നല്ല ക്ലാസുകൾ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിലെ മുദരിസ് നിസാമി ഉസ്താദ് അവറുകൾ അവർക്ക് എടുത്തു കൊടുക്കുന്നു. അതിനു വേണ്ട ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ അതവർക്കൊരു പ്രയാസമോ ഭാരമോ അല്ലതാനും ആ വിധം അവർക്ക് +1, +2 ഡിഗ്രി വിദ്യാഭ്യാസം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ഡിഗ്രി അവരുദ്ദേശിക്കുന്ന മേഖലയിൽ അവർക്ക് പഠിക്കാൻ കഴിയും. ഏത് ഭാഗമാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അതവർക്ക് പഠിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അതിന്റെ മേലേക്ക് MA പഠിക്കാനും PG പഠിക്കാൻ അങ്ങനെ തുടങ്ങി മേലോട്ട് എത്രയും അവർക്ക് ഉയരാനുള്ള സംവിധാനങ്ങൾ സംവിധാനിച്ചുകൊണ്ടുള്ള അതിമഹത്തായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സ്ഥാപിതമായ അതിമനോഹരമായ സ്ഥാപനം. ഈ വർഷം തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ മുമ്പുള്ള ആഴ്ചകളിലുമൊക്കെ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തെ അടുത്തെറിഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കുട്ടികളെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നല്ല കഴിവും പഠിക്കാൻ താല്പര്യവുമുള്ള മിടുക്കരായ മക്കളെ നിങ്ങൾ ഞങ്ങൾക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ സസന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല അഭ്യസ്ത വിദ്യരായി നാളേക്ക് ഭാവിയുള്ള എഡ്യൂക്കേറ്റഡ് ആക്കി നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു തരുമെന്ന വാക്ക് ഈ മഹത്തായ സ്ഥാപനത്തെ സമ്മേളനത്തെ സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. മാത്രമല്ല അവരുടെ ആത്മീയ മേഖലകൾ സുശക്തമാണ്. അവരുടെ ഇബാദത്തിന്റെ മേഖലകൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ യാതൊരു വിഷമവും അവർക്കിവിടെയില്ല. ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ നേർച്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം സ്പെഷ്യലായും അല്ലാത്ത ദിവസങ്ങളിൽ അതിസ്പെഷ്യലായും ഒക്കെ സയ്യിദ് അവറുകളെ തേടി ആളുകൾ ഭക്ഷണം ഇവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അവർക്ക് സാധാരണ പഴയ കാലത്ത് പള്ളി ദർസുകളിലൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു പുതപ്പ് വിരിച്ച് താഴെ കിടക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ അവർക്ക് വേണ്ടി 10,000 മുടക്കി നല്ല മനോഹരമായ കട്ടിലുകൾ ബെഡ് ഉൾപ്പെടെ സംവിധാനിച്ചുകൊണ്ടാണ് അവർക്ക് ഇവിടെ കിടക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ അവരുടെ ആരോഗ്യ മേഖലയും ഭാവി മേഖലയും വിദ്യാഭ്യാസ മേഖലയും സാംസ്കാരിക ആത്മീയ മേഖലകളുമെല്ലാം സുശക്തമാകുന്ന ഒരു കുടക്കീഴിൽ വളരുന്ന ഈ ഒരു വിദ്യാഭ്യാസ സൗധത്തിലേക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളിൽ ഒരു കുട്ടിയെ അള്ളാഹു തൗഫീഖ് ചെയ്ത് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ നൽകണം. കേവലം ഈ സ്ഥാപനത്തെ അടുത്തറിയലോടുകൂടെ നിങ്ങൾ അരി നൽകുന്നവരാണ്. സയ്യിദ് അവറുകൾ ചോദിക്കുമ്പോൾ സഹായങ്ങൾ അല്ലാതെയും സമർപ്പിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരാശയം ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് അതോടൊപ്പം എൻ്റെ ഒരു മകനെയും കൂടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അവൻ പഠിക്കട്ടെ, നാളേക്ക് ഭാവിയുള്ളവരാകട്ടെ എന്ന ബോധത്തോടുകൂടെ അവരെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഭാഗമായി എനിക്ക് ആകെ നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് അത് മാത്രമാണ്. മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം, നമ്മുടെ മക്കൾ പലതുമാകണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ഈ അടുത്ത് ഒരു രക്ഷിതാവിനോട് പറഞ്ഞു, എനിക്കൊക്കെ പെൺമക്കളായിരുന്നു, ഒരു മകനുണ്ടാകാൻ വേണ്ടി ഞാൻ എല്ലാവരെ കൊണ്ടും ദ്വാരപ്പിച്ചു, ഒരുപാട് അതിനു വേണ്ടി ദ്വാരുന്നു. അങ്ങനെ എനിക്കൊരു മകനുണ്ടായി. ഇന്ന് ഞാൻ അവനെ കൊണ്ട് പൊറുതിമുട്ടി, കാരണം അവൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് വേദനയോടുകൂടെ സങ്കടം പങ്കിട്ട ഒരു രക്ഷിതാവിന്റെ കഥ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് ആ രക്ഷിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അവനെ അന്നേ ഞാനൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മതവിദ്യാഭ്യാസം അവന്റെ ഉള്ളിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട് കടന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ആറ്റുനോറ്റെനിക്കൊരു കുഞ്ഞു മോനുണ്ടാകണമെന്ന് ഞാൻ റബ്ബിനോട് ദുആ ചെയ്ത് ഇന്ന് ഞാൻ അവനൊന്ന് നശിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ആരാകണമെന്ന പല പ്ലാനും നമുക്കുണ്ടാകും. ഈ ആധുനിക കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളുടെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അതിന്റെ ഒഴുക്കുകളും വളരെ മോശപ്പെട്ട ധ്രുവത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നാം വിചാരിച്ചതുപോലെ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. നാളെ നമ്മെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മുടെ സമ്പത്തിന്റെ മേൽ കടന്നാക്രമണം നടത്തുന്ന, നമ്മുടെ ജീവൻ കൈകാര്യം ചെയ്യുന്ന ഒരു മകനായി അവൻ മാറാതിരിക്കണമെങ്കിൽ, മരണപ്പെട്ടു പോയ എന്റെ ബാപ്പ അല്ലെങ്കിൽ ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മ, റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദുആ ചെയ്യുന്ന ഒരു മകൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവൻ പണ്ഡിതനായേ പറ്റൂ.
പറ്റൂ, യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇദാ മാത്തൽ മുസ്ലിമു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ സർവ്വകർമ്മങ്ങളും നിശ്ചലമായി. പഴയതുപോലെ അവന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല, ഹജ്ജിനോ ഉംറക്കോ പോകാൻ പറ്റുന്നില്ല. ചേതനയറ്റ ശരീരത്തിലാണ് ഇന്ന് അവൻ കിടക്കുന്നത്. പക്ഷേ 3 കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചത് തന്നെ അവനക്ക് അനസ്യൂതം മനവരണം, അവന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കും. അതിൽ ഒന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അടിവരിയിട്ട് മനസ്സിലാക്കണേ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി മനസ്സ് പൊട്ടി ദുആ ചെയ്യുന്ന നാട്ടിലെ ഉസ്താദ് എന്നല്ല പറഞ്ഞത്, ആ ദുആ ഫലം ചെയ്തേക്കും. മറ്റ് കുടുംബത്തിലെ ആരെങ്കിലും ആണെന്നല്ല പറഞ്ഞത്, ജേട്ടൻ അനുജനെ കുറിച്ചല്ല പറഞ്ഞത്. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നിന്റെ ബീജത്തിൽ നിന്ന്, നിന്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ഹലാലായ നിക്കാഹിലൂടെ നിനക്ക് പിറന്ന നിന്റെ സ്വാലിഹായ മോനില്ലേ, നീ അവനെ പണ്ഡിതനാക്കിയില്ലേ, നീ അവനെ ഖുർആൻ പഠിപ്പിച്ചില്ലേ, നീ അവനെ ഹദീസ് പഠിപ്പിച്ചില്ലേ, നീ അവനെ ആത്മീയത പഠിപ്പിച്ചില്ലേ, അപ്പോഴല്ലേ അവൻ സ്വാലിഹായത്. ആ സ്വാലിഹായ മകൻ മനസ്സ് പൊട്ടി നിനക്ക് വേണ്ടി ദുആ ചെയ്താൽ മോനെ, ഖബറിൽ നിനക്ക് നല്ലൊരു സുഖം കിട്ടുമെന്ന്, അത് ഒഴുകാതെ, അത് നിൽക്കാതെ അനസ്യൂതം മനവരണം, നിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് സയ്യിദുൽ വജൂദ് ത്വഹാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സ്വാലിഹായ മകൻ നിങ്ങൾക്കുണ്ടാകണമെന്ന് ചിന്തിച്ചുകൊണ്ട്, ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് കട്ടപ്പാടുകൾ ഉണ്ടാകും. മകനൊന്ന് ഗൾഫിൽ പോയിരുന്നെങ്കിൽ, അവൻ ഏതെങ്കിലും ഒരു കടയിൽ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഞാൻ ആലോചിക്കുകയാണ്, കട്ടപ്പാടുകൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ചിന്തിച്ചത് നീ പഠിച്ചാൽ മതി എന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന, ജോലിയില്ലാതെ കട്ടപ്പെടുന്ന എന്റെ ബാപ്പയുടെ വേദനയും എന്റെ ഉമ്മയുടെ വിഷമവും പലപ്പോഴും കാണുമ്പോഴും കുടുംബത്തിൽ നിന്ന് പലരും പറഞ്ഞു ഇവനെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചാൽ എന്ന് പലരും പറഞ്ഞപ്പോൾ പോലും ആ ഉമ്മയും ബാപ്പയും പറഞ്ഞത് വേണ്ട, അവൻ പഠിക്കട്ടെ, ഒരു പണ്ഡിതനാകട്ടെ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഈ മഹത്തായ അനുഗ്രഹീത സുൽത്താനുൽ ആരിഫീൻ എന്ന പേരിൽ സ്ഥാപിതമായ ഈ സൗദത്തിന്റെ തിരുമുറ്റത്ത് എത്തിച്ചെങ്കിൽ അതിന്റെ ബാപ്പയുടെ ഹൃദയം പൊട്ടിയുള്ള ദുആ ആണ്, എന്റെ ഉമ്മയുടെ മനസ്സ് പൊട്ടിയിട്ടുള്ള ദുആ ആണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള രക്ഷിതാക്കളിലൂടെ വരട്ടെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് അനുഗ്രഹീതമായ മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെയും ഇവിടെ പഠിക്കുന്ന മക്കളെയും ഇതിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർകളെയും ഇവിടുത്തെ ഉസ്താദുമാരെയും എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കുന്നു. തങ്ങൾ അവർകൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഈ മജ്ലിസിൽ ഒന്ന് പറയണം എന്ന്. ആ സന്തോഷത്തിലും ഇന്നലെ രാത്രി പെട്ടെന്ന് എൻ്റെ കുടുംബത്തിലൊരു മരണമുണ്ടായി. ഞാൻ സയ്യിദ് അവർകളോട് പോലും പറയാതെ പെട്ടെന്ന് പോയി, കാരണം വേഗം തന്നെ തിരിച്ചു വരാം എന്നതിൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തിരിച്ചിങ്ങോട്ടെത്തി ഈ മഹത്തായ സമ്മേളനത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞു. വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഈ മഹത്തായ സദസ്സ് എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആ വസിയത്തോടെ ഒരൽപ്പം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.